നമസ്കാരം. മധ്യേഷ്യൻ യുദ്ധം ആഗോളതലത്തിൽ വലിയ തോതിലുള്ള എണ്ണ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിച്ചതിന് പിന്നാലെ ലോകത്തെയാകെ നിശ്ചലമാക്കാൻ പോകുന്ന മറ്റൊരു നിർണായക മേഖലയിലേക്ക് ഇറാൻ കണ്ണുവെക്കുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൻ്റെ അടിത്തട്ടിലൂടെ കടന്നുപോകുന്ന അന്തർവാഹിനി ഇൻ്റർനെറ്റ് കേബിളുകളെ അഥവാ സബ് സീ കേബിളുകളെ നിയന്ത്രിക്കാനാണ് ടെഹ്റാൻ്റെ പുതിയ നീക്കം. ആഗോള ടെക് ഭീമന്മാരായ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന കേബിളുകൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേക നികുതിയോ ഫീസോ നൽകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ വഴിയാണ് ഈ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. കമ്പനികൾ ഈ നിബന്ധനകളോട് സഹകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ മേഖലയിലെ ആഗോള ഇൻ്റർനെറ്റ് ഗതാഗതവും ഡിജിറ്റൽ ഇടപാടുകളും കടുത്ത തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഭരണകൂടത്തോട് അടുത്ത വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇൻ്റർനെറ്റ് കേബിളുകൾക്ക് മേൽ രാജ്യം ഫീസ് ചുമത്തുമെന്ന കാര്യം ഇറാൻ്റെ സൈനിക വക്താവ് ഇബ്രാഹിം സൊൽഫാഗാരി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വൻകിട സാങ്കേതിക കമ്പനികൾ ഇറാൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണത്രേ. അന്തർവാഹിനി കേബിൾ ഓപ്പറേറ്റർമാർ ലൈസൻസ് ഫീസ് നൽകണമെന്നതിന് പുറമെ ഈ കേബിളുകളുടെ അറ്റകുറ്റപ്പണികളുടെയും സംരക്ഷണത്തിൻ്റെയും പൂർണ്ണമായ ചുമതല ഇറാനിയൻ കമ്പനികൾക്ക് മാത്രമായി വിട്ടു നൽകണമെന്ന നിബന്ധനയും ഈ പദ്ധതിയിലുണ്ട്. എന്നാൽ അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ US കമ്പനികൾക്ക് ടെഹ്റാന് നേരിട്ട് പണം കൈമാറാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട്. അതിനാൽ ഇറാൻ ഈ നിയമം എങ്ങനെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഈ കേബിളുകൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയൊരു ഭീഷണി പോലും ലോകമെമ്പാടുമുള്ള ബാങ്കിംഗ് ഇടപാടുകൾ സാവധാനത്തിലാക്കാനും സാമ്പത്തിക വിപണിയിൽ വലിയ ഇടിവുകൾ ഉണ്ടാക്കാനും പ്രാദേശികമായി ഇൻ്റർനെറ്റ് പൂർണ്ണമായും ഇരുട്ടിലാക്കാനും ശേഷിയുള്ളതാണ്. ആഗോള ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് സമുദ്രത്തിനടിയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ഈ അന്തർവാഹിനി കേബിളുകളാണ്. ലോകത്തെ ആകെ ഇൻ്റർനെറ്റ് ഡേറ്റ ഗതാഗതത്തിൻ്റെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് ഈ സംവിധാനമാണ്. വായുവിലൂടെയുള്ള ആശയവിനിമയത്തെക്കാൾ സുരക്ഷിതവും വേഗത ഏറിയതുമായതിനാൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ, സൈനിക ആശയവിനിമയങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശൃംഖലകൾ, അന്താരാഷ്ട്ര ഓഹരി വ്യാപാരം, അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ എന്നിവയെല്ലാം ഈ കേബിളുകളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഹോർമുസ് കടലിടുക്കിൻ്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം നിരവധി പ്രമുഖ ഭൂഖണ്ഡാന്തര കേബിളുകൾ ഇതിലൂടെ കടന്നു പോകുന്നുമുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ മുൻകൂട്ടി കണ്ട് അന്താരാഷ്ട്ര കേബിൾ ഓപ്പറേറ്റർമാർ ഭൂരിഭാഗം കേബിളുകളും ഒമാൻ്റെ അധീനതയിലുള്ള ഇടുങ്ങിയ കടൽ മേഖലയിലൂടെയാണ് കടത്തിവിട്ടിട്ടുള്ളത്. എങ്കിലും ഫാൽക്കൺ, ഗൾഫ് ബ്രിഡ്ജ് ഇൻ്റർനാഷണൽ എന്നീ രണ്ട് പ്രധാന കേബിൾ ശൃംഖലകൾ ഇറാൻ്റെ പ്രാദേശിക ജലാതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കേബിളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ലോകമെമ്പാടും പടരും. ഇറാൻ്റെ അയൽ രാജ്യങ്ങളിൽ പൂർണ്ണമായി ഇൻ്റർനെറ്റ് തടസ്സം ഉണ്ടാകുവാൻ ഇത് കാരണമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശതമാനം ഇൻ്റർനെറ്റ് ട്രാഫിക്കിനെയും ഇത് ബാധിക്കുമെന്നത് ആശങ്കാജനകമാണ്. ഏഷ്യയിലെ പ്രധാന ഡാറ്റ ഹബ്ബായ സിംഗപ്പൂരിനെയും യൂറോപ്പിലെ കേബിൾ ലാൻഡിംഗ് സ്റ്റേഷനുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പാലമായിട്ടാണ് ഈ കടലിടുക്ക് പ്രവർത്തിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഇൻ്റർനെറ്റ് ബ്ലാക്കൗട്ട് ഉണ്ടാകാനും യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാരങ്ങൾ പൂർണ്ണമായും മന്ദഗതിയിലാകുവാനും ഈ നീക്കം കാരണമാകും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റ് ബദൽ ശൃംഖലകളിലേക്ക് ഡാറ്റ തിരിച്ചുവിടാൻ സാധിക്കുമെങ്കിലും വലിയ തോതിലുള്ള അട്ടിമറികൾ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യുക അസാധ്യമാകും. കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അവ നന്നാക്കുന്ന കപ്പലുകൾക്ക് കടലിൽ ഒരേ സ്ഥലത്ത് ദിവസങ്ങളോളം നിലയുറപ്പിക്കേണ്ടി വരും. ഇറാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണ ഭീഷണി ഉണ്ടായാൽ ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നത് കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാകും. തങ്ങൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫീസ് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണ് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളുടെ വാദം. ഇതിനായി 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ ഉടമ്പടിയായ അൺക്ലോസ് ആണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 79 പ്രകാരം തീരദേശ രാജ്യങ്ങൾക്ക് തങ്ങളുടെ പ്രാദേശിക ജലാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്ന കേബിളുകൾക്കോ പൈപ്പ് ലൈനുകൾക്കോ മേൽ ചില നിബന്ധനകൾ വയ്ക്കുവാൻ അവകാശമുണ്ട്. എന്നാൽ ഇറാൻ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി ഇതുവരെ പാർലമെൻറ്റിൽ പാസ്സാക്കി അംഗീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അന്തർവാഹിനി കേബിളുകൾക്ക് നികുതി ഈടാക്കുന്ന ഈജിപ്തിൻ്റെ മാതൃകയാണ് ഇറാൻ ഇതിനായി ഉയർത്തിക്കാട്ടുന്നത്. സൂയസ് കനാൽ വഴി കടന്നുപോകുന്ന കേബിളുകൾക്ക് ഈജിപ്ത് വലിയ തുക ട്രാൻസിറ്റ് ഫീസായി ഈടാക്കുന്നുണ്ട്. എന്നാൽ സൂയസ് കനാലും ഹോർമുസ് കടലിടുക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം സൂയസ് കനാൽ ഈജിപ്ത് സ്വന്തം ഭൂമി തുറന്നുണ്ടാക്കിയ ഒരു കൃത്രിമ ജലപാതയാണ് എങ്കിൽ ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നിട്ടിരിക്കുന്ന പ്രകൃതിദത്തമായ ഒരു കടൽപ്പാതയാണ്.
അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ പുതിയ നീക്കം വരും ദിവസങ്ങളിൽ വലിയൊരു രാജ്യാന്തര സൈനിക ഡിജിറ്റൽ തർക്കങ്ങൾക്ക് വഴി തുറക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ അടിത്തട്ടിലൂടെ കടന്നുപോകുന്ന അന്തർവാഹിനി ഇൻ്റർനെറ്റ് കേബിളുകൾക്ക് മേൽ നിയന്ത്രണം സ്ഥാപിക്കാനും ആഗോള ടെക് കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കാനുമുള്ള ഇറാൻ്റെ പുതിയ നീക്കം ലോകത്തെ പോലെ തന്നെ ഭാരതത്തെയും അതീവ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ അതിവേഗ ഇൻ്റർനെറ്റ് സംവിധാനവും തടസ്സമില്ലാത്ത ഡാറ്റ കൈമാറ്റവും ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ, സാമ്പത്തിക രംഗം, വാർത്താവിനിമയം എന്നിവയുടെ നട്ടെല്ലാണ്. ഭാരതം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇൻ്റർനെറ്റ് ഉപഭോക്തൃ വിപണിയാണ്. കൂടാതെ ആഗോളതലത്തിൽ വിവരസാങ്കേതിക വിദ്യ, ബാങ്കിംഗ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയിൽ രാജ്യം മുൻപന്തിയിൽ നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള ഒരു തന്ത്രപ്രധാനമായ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ ഡിജിറ്റൽ അട്ടിമറിയും ഭാരതത്തിൻ്റെ IT സാമ്രാജ്യത്തിലും സാമ്പത്തിക സ്രോതസ്സുകളിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും. ഭാരതത്തിൻ്റെ ആകെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ സിംഹഭാഗവും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും അറബ് മേഖലകളിലേക്കും സഞ്ചരിക്കുന്നത് ഈ അന്തർവാഹിനി കേബിളുകൾ വഴിയാണ്. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരിങ്കണ്ണിയാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാൻ്റെ പ്രാദേശിക ജലാതിർത്തിയിലൂടെ കടന്നുപോകുന്ന ഫാൽക്കൺ, ഗൾഫ് ബ്രിഡ്ജ് ഇൻ്റർനാഷണൽ തുടങ്ങിയ കേബിൾ ശൃംഖലകൾ ഭാരതത്തിലെ പ്രമുഖ ടെലികോം ഓപ്പറേറ്റർമാരും കമ്പനികളും വലിയ തോതിൽ ആശ്രയിക്കുന്നവയാണ്. ഇറാൻ ഈ കേബിളുകൾക്ക് മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ കമ്പനികൾ പണം നൽകാത്തതിൻ്റെ പേരിൽ ഡാറ്റ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ഭാരതത്തിലെ ഇൻ്റർനെറ്റ് വേഗത കുത്തനെയിടിയും. പല മേഖലകളിലും പൂർണ്ണമായ ഇൻ്റർനെറ്റ് തടസ്സം അഥവാ ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കാൻ ഇത് കാരണമാകും. വെബ്സൈറ്റുകൾ തുറക്കാൻ എടുക്കുന്ന കാലതാമസവും അന്താരാഷ്ട്ര സെർവറുകളുമായുള്ള സമ്പർക്കം നഷ്ടപ്പെടുന്നതും സാധാരണക്കാരായ ഉപഭോക്താക്കൾ മുതൽ വൻകിട കോർപ്പറേറ്റുകളെ വരെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കും. സാമ്പത്തിക രംഗത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഹരമേൽക്കുക. ഭാരതത്തിൻ്റെ വളർന്നു വരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ അന്താരാഷ്ട്ര തലത്തിലുള്ള അതിവേഗ പണമിടപാടുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ആഗോള ഓഹരി വിപണിയിലെ തത്സമയ വ്യാപാരം, അതിർത്തി കടന്നുള്ള ബാങ്കിംഗ് ഇടപാടുകൾ, രാജ്യാന്തര ഫണ്ട് കൈമാറ്റങ്ങൾ എന്നിവയെല്ലാം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വലിയ സാമ്പത്തിക ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുന്നവയാണ്. കേബിളുകളിലെ തടസ്സം കാരണം സാമ്പത്തിക വിപണിയിൽ ഉണ്ടാകുന്ന ചെറിയൊരു കാലതാമസം പോലും ഭാരതത്തിലെ ബാങ്കുകൾക്കും നിക്ഷേപകർക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കും. കൂടാതെ ഭാരതത്തിലെ IT, BPO മേഖലകൾ ഭൂരിഭാഗവും അമേരിക്കൻ, യൂറോപ്യൻ ഉപഭോക്താക്കൾക്ക് തത്സമയ സേവനങ്ങൾ നൽകുന്നവയാണ്. ഇൻ്റർനെറ്റ് സംവിധാനത്തിലുണ്ടാകുന്ന ചെറിയ തടസ്സം പോലും ഈ മേഖലകളുടെ വിശ്വാസ്യതയെ ബാധിക്കുകയും ഭാരതത്തിൻ്റെ ആഗോള IT ബിസിനസ് വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഭാരതത്തിൻ്റെ വിദേശ നയതന്ത്ര ബന്ധങ്ങളെയും സുരക്ഷാ താൽപ്പര്യങ്ങളെയും ഈ പ്രതിസന്ധി പരീക്ഷിക്കും. ഇറാനുമായി ഭാരതത്തിന് ചരിത്രപരമായി മികച്ച നയതന്ത്ര ബന്ധമാണുള്ളത്. തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിൻ്റെ വികസനത്തിലടക്കം ഭാരതം വലിയ നിക്ഷേപങ്ങൾ ഇറാനിൽ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇറാൻ്റെ ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾ ആഗോള ഡിജിറ്റൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമ്പോൾ ഭാരതത്തിന് അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഭാരതീയ ടെക് കമ്പനികൾക്ക് ഇറാന് നേരിട്ട് ലൈസൻസ് ഫീസ് നൽകാൻ നിയമപരമായി സാധിക്കില്ല. ഇത് ഭാരതീയ കമ്പനികളെ വലിയൊരു പ്രതിസന്ധിയിലാക്കും. കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അവ നന്നാക്കാൻ പോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളെ ഇറാൻ തടയുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തെറ്റിക്കും. ഇത് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഭാരതീയ നാവികസേനയുടെ നിരീക്ഷണവും ജാഗ്രതയും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വഴി തുറക്കും. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഭാരതത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള ബദൽ സംവിധാനങ്ങൾ അടിയന്തരമായി വികസിപ്പിക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേക കടൽപ്പാതയെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ഈ നീക്കം ഭാരതത്തെ ഓർമ്മിപ്പിക്കുന്നു. പസഫിക് സമുദ്രം വഴിയോ മധ്യേഷ്യൻ ഭൂപ്രദേശങ്ങൾ വഴിയോ യൂറോപ്പിലേക്ക് പുതിയ കേബിൾ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഭാരതം ചിന്തിക്കണം. കൂടാതെ ഉപഗ്രഹ അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങളായ സ്റ്റാർലിങ്ക്, വൺവൈബ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ തടസ്സമില്ലാത്ത ആശയവിനിമയത്തിനായി ഉപയോഗിക്കുവാൻ പാകത്തിൽ സജ്ജമാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇറാൻ്റെ ഈ നീക്കം കേവലം കുറച്ച് ആഗോള ടെക് കമ്പനികളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഭാരതത്തിൻ്റെ ഡിജിറ്റൽ പരമാധികാരത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും മേലുള്ള കടുത്ത വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നയതന്ത്ര ഇടപെടലുകളിലൂടെയും ബദൽ സാങ്കേതിക മാർഗങ്ങളിലൂടെയും മാത്രമേ ഭാരതത്തിന് ഈ പ്രതിസന്ധിയെ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.